വളരെ ശ്രദ്ധയോടുകൂടി നിശ്ചഞ്ചലനായി ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന്, ഹനുമാൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് ഇത് കേൾക്കും. എന്നിട്ട് പറയും, സൃഷ്ടിയിലെ ആദ്യത്തെ സൃഷ്ടിയായ നാരായണൻ അന്ന് ശ്വേതസ്വരൂപനായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയെയാണ് എന്തെന്ന് പറയുന്നത്? നാരായണൻ എന്ന് പറയുന്നു. നാരം എന്ന് വെച്ചാൽ ജീവജാലങ്ങളാണ്, വെള്ളം മാത്രമല്ല. സർവ ജീവജാലവാചിയാണ് നാരം എന്നുള്ള വാക്ക്. നിർ എന്നതിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അല്ലാതെ അതിൻ്റെ റൂട്ട് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിൻ്റെ റൂട്ട് വെള്ളം എന്നർത്ഥം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട റൂട്ടല്ലാതെ നിർധാതുവിൽ നിന്നാണ് നാരം എന്നുള്ള വാക്കുണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ജീവസംബന്ധിയായ വസ്തുക്കളെയും സമഗ്രമായി പുലുകിക്കൊണ്ട് നിൽക്കുന്നതാണ് നാരായണൻ എന്ന വാക്ക്. അന്ന് അദ്ദേഹത്തിൻ്റെ നിറം ശ്വേതമായിരുന്നു. ശ്വേതമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ സത്വരജ സ്തമസുകൾ സാമ്യാവസ്ഥയിൽ ഇരുന്ന കാലമായിരുന്നു എന്നാണ് അർത്ഥം. ഇതാണ് കൃതയുഗത്തെ സംബന്ധിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പം. ഈ കൃതയുഗവും സത്യയുഗവും ഒന്നാണോ? ഒന്നാണ്. അന്ന് സത്യം ലംഘിക്കപ്പെട്ടിട്ടില്ലായിരുന്നതുകൊണ്ടാണ് അതിന് സത്യയുഗം കൂടി എന്നാൽ അതൊക്കെ പിന്നീട് പറഞ്ഞ പേരുകളാണ്. പുരാണങ്ങളുടെ കാലത്തേക്ക് വരുമ്പോൾ പറയുന്ന പേരുകളാണ് സത്യയുഗമെന്ന്. സത്യത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന, സത്യത്തിൽ ജീവിതമധിഷ്ഠിതമായിരുന്ന, ലോകമധിഷ്ഠിതമായിരുന്ന, സമൂഹമധിഷ്ഠിതമായിരുന്ന കാലം എന്നർത്ഥത്തിൽ കൃതയുഗത്തിൻ്റെ അർത്ഥമായിട്ടാണ് ആ വാക്ക് വരുന്നത്. ഇപ്പം കാനനം എന്നതിന് കാട് എന്ന് പറയുന്നത് പോലെ ഒരു പര്യായ ശബ്ദമായിട്ട് പ്രയോഗിച്ചതാണ് സത്യയുഗമെന്ന്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പുണ്ടായ ഈ ശ്രീകൃഷ്ണാർജുന സംവാദം അത് ഒഴിവാക്കിയാൽ മഹാഭാരതത്തിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സംവാദം, ഒരു ബൗദ്ധിക നിലവാരം പുലർത്തുന്ന സംവാദം ഭീമ ഹനുമത് സംവാദമായിരുന്നു. അല്ല, അത് വിദുരഹിതവാക്യമാണ്. വിദുരനീതി എന്നറിയപ്പെടുന്നത് വിദുരഹിതവാക്യം എന്നാണ് അതിനെ. വിദുരോപദേശം എന്നാണ് നാം മലയാളത്തിൽ പരക്കെ കേട്ട് ശീലിച്ചിട്ടുള്ളത്. വിദുരോപദേശം എന്നൊരു പ്രയോഗം മഹാഭാരതത്തിലില്ല. പേജുകളോളം നീണ്ടുപോകുന്ന അതിൻ്റെ പേര് വിദുരഹിതവാക്യം എന്നാണ്. ധൃതരാഷ്ട്രർ യുദ്ധമുറപ്പായി എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ഇത് ഉലൂകൻ ധർമ്മപുത്രരുടെ സന്ദേശവും കൊണ്ടുവന്നു. അതോടെ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ഇള മനസ്സുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. ഒരു പക്ഷേ എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ആഗ്രഹം വന്നത്? അദ്ദേഹം പറയുന്നതൊന്നും ഒരു കാലത്തും പൂർണ്ണമായി ധർമ്മപുത്രൻ നിഷേധിച്ചിട്ടില്ല. ഒന്നാമത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം, അതിനേക്കാൾ വലിയ ആദരം, പിന്നെ അകാരണമായി തന്നെ അദ്ദേഹത്തിനോട് തോന്നിയ അടുപ്പം, ഇതൊക്കെ ധൃതരാഷ്ട്രർക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിച്ച് നോക്കിയത്. അവസാന കൈ എന്നുള്ള നിലയിലാണ്. നീ താമസനാണല്ലോ, ആധ്യാത്മിക ജീവിതമാണല്ലോ മഹത്തായ ജീവിതം, അതുകൊണ്ട് നീ കാട്ടിൽ തന്നെ ആശ്രമം കെട്ടി അവിടെ പാർത്ത് 12 വർഷം ശീലമായതുമാണ്. എൻ്റെ മക്കളാണെങ്കിൽ കൊള്ളരാത്തവന്മാരും ദുഷ്ടന്മാരും പറഞ്ഞാൽ കേൾക്കാത്തവരും അഹിതമായ കാര്യങ്ങളെ ചെയ്യൂ എന്ന് അഹിതവ്രതമെടുത്തവരുമാണ്. അതുകൊണ്ട് അഹിതവ്രതന്മാരായ അവരെ നീ ഉപേക്ഷിച്ച് കളയുക. എന്നിട്ട് നീ നിൻ്റെ ആധ്യാത്മികമായ ജീവിതശൈലിയുമായി കാട്ടിൽ തന്നെ താമസിച്ചാൽ നമുക്ക് വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാം. ഇതനുസരിക്കാൻ സാധ്യതയുള്ളതായി അദ്ദേഹം ധരിച്ചിരുന്നു. പറഞ്ഞതൊന്നും അതുവരെ ധർമ്മപുത്രർ എതിർത്തിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാമത് പുനർദ്യൂതത്തിന് ക്ഷണിക്കുന്നു എന്ന് വന്നപ്പോഴും വലിയച്ഛൻ ക്ഷണിക്കുകയാണല്ലോ, അത് തട്ടരുതല്ലോ എന്ന് വിചാരിച്ചും കൂടിയാണ് പോയത്. പ്രമുഖം അദ്ദേഹത്തിന് ചൂതുകളോടുള്ള കമ്പമായിരുന്നെങ്കിലും ആ കമ്പമൊക്കെ തടുക്കാൻ സാധിക്കും ധർമ്മപുത്രർക്ക്. വലിയച്ഛൻ വിളിക്കുകയാണല്ലോ, എങ്ങനെ എതിർക്കും എന്നുള്ള ദൗർബല്യം ഉണ്ടായിരുന്നു. ആ ദൗർബല്യം ഈ ഘട്ടത്തിലും പ്രവർത്തിക്കുമെന്ന് ധൃതരാഷ്ട്രർ പ്രതീക്ഷിച്ചിരുന്നു. അത് പ്രവർത്തിച്ചതേയില്ല. യുദ്ധം
തീരുമാനിക്കപ്പെട്ടാൽ ഇദ്ദേഹത്തിന് ഉള്ളിൽ എന്തറിയാം? മക്കളെല്ലാവരും ഒരു കൊല്ലുമെന്നറിയാം. എല്ലാ മക്കളെയും കൊന്നുകളയും അദ്ദേഹത്തിന് അറിയാം. അത് ഭീമൻ്റെ ശാരീരിക ശക്തിയെയോ ഗദായുദ്ധത്തിലുള്ള ഭീമൻ്റെ പ്രാവീണ്യത്തെയോ കണ്ടിട്ടല്ല. ഭഗവാൻ അപ്പുറത്ത് നിൽക്കുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഭീതി. അല്ലാതെ ഇപ്പോൾ അർജുനനെ പോലും ഭീതിയില്ല. അർജുനൻ സ്വർഗത്തിൽ പോയി എന്നറിഞ്ഞപ്പോൾ വിതുരനോട് ചോദിക്കും, വിതുര, അർജുനൻ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു, മനുഷ്യന് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാൻ ഒക്കുമോ? എങ്ങനെയാണ് തൻ്റെ അത് സംബന്ധിച്ചുള്ള പരിജ്ഞാനം? പേടിച്ചിട്ടാണേ. അപ്പോൾ പറഞ്ഞു, അത് അച്ഛൻ മകനെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, ഇത്രയേ ഉള്ളൂ കാര്യം. അതാണ് കാര്യം അല്ലേ? അതാണ് കാര്യം. അല്ലാതെ അത്ര വളരെ ആലോചിക്കാനും തലപുകയാനും ഒന്നും അതിനകത്ത് ഞാൻ കാണുന്നില്ല. ദേവേന്ദ്രൻ്റെ മകനാണ്, ദേവേന്ദ്രൻ വന്ന് അങ്ങ് കൊണ്ടുപോയി. എന്താ ധർമ്മപുത്രരെ കൊണ്ടുപോകാഞ്ഞത്? ദേവേന്ദ്രൻ്റെ മകനല്ല, അതുകൊണ്ട് ധർമ്മപുത്രരെ കൊണ്ടുപോയില്ല. അപ്പോൾ അത് ജ്യേഷ്ഠൻ ഇത്രയേറെ ചിന്തിച്ച് ക്ലേശിക്കാനൊന്നുമില്ല. അത് വളരെ സുഗമമായ ഒരു പരിപാടിയായിരുന്നു. അച്ഛൻ മകനെ കൊണ്ടുപോയി അച്ഛൻ്റെ വീട്ടിലേക്ക്, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഇല്ലേ? അയാൾ ഒരുപാട് ദിവ്യായുധങ്ങളൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോടൂ. അതൊക്കെ ഉള്ളത് തന്നെയോ? അതൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നൊന്നും വേണ്ടിയിട്ടില്ല പുള്ളി. ഇങ്ങനെ ഓരോ ആയുധം കിട്ടി എന്നുള്ള വിവരം അറിയുമ്പോഴും അത് ചാരന്മാർ മുഖേന അറിയും. ചാരന്മാർ മുഖേന അറിഞ്ഞാൽ ഇദ്ദേഹം പരിപൂർണമായി വിശ്വസിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ധൃതരാഷ്ട്രർക്ക്. ഒരു കാര്യവും ആര് പറഞ്ഞാലും അദ്ദേഹം പരിപൂർണമായി വിശ്വസിക്കില്ല. അത് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട്, ഒന്നും കാണാനില്ലല്ലോ, കാണാനൊന്നുമില്ലാത്തത് കൊണ്ട് ആലോചിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് രസകരമായ കാര്യം. അതുകൊണ്ടാണ് പ്രജ്ഞാനേത്രൻ എന്നൊരു പര്യായം വ്യാസൻ ഇട്ട് കൊടുത്തത്. ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ മുഴുവൻ കാണുന്നത്. ബുദ്ധിയിൽ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതും എല്ലാം ഇദ്ദേഹം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ എപ്പോഴും ഒരു സീരിയൽ അഭിനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. അതിൽ അദ്ദേഹത്തിന് പേടിയോ സംശയമോ ബലക്കുറവോ ചിന്തയുടെ ബലക്കുറവോ തോന്നുമ്പോഴാണ് വിതുരനെ വിളിച്ചിട്ട് ഇത് ആലോചിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതിനാണ് ഈ ആയുധങ്ങൾ. ഇപ്പോൾ ശിവനിൽ നിന്ന് പാശുപതം കിട്ടി. ചോദിക്കും വിതുരനോട്, ഈ പാശുപതം ശിവനിൽ നിന്ന് വാങ്ങി ശിവനെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ വാങ്ങാൻ? നമ്മളൊക്കെ ഈ പുരാണ കഥകളിൽ കേട്ടിട്ടുള്ളതല്ലാതെ ശിവനെ നേരിട്ട് കണ്ടു നമ്മുടെ കൂട്ടത്തിൽ നിർത്തൻ പോയിട്ട് എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണ്. നേരിട്ട് കണ്ടു, തനിക്കെങ്ങനെ അറിയാം? എന്നുവെച്ചാൽ കണ്ടില്ലെന്ന് പറയണം. അതിനാണ് ഈ ഇദ്ദേഹം പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ നടന്നു എന്ന് വന്നാൽ തന്നെ നടന്നില്ല എന്ന് പറഞ്ഞ് കേൾക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. തപസ് ചെയ്താൽ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാതിരിക്കില്ലല്ലോ, അതൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തപസ് ചെയ്താൽ ദൈവം പ്രത്യക്ഷപ്പെടും. അപ്പോഴും നീട്ടി നെടുവീർപ്പ് വിട്ടുകൊണ്ട് ഗദ്ഗതത്തിനോട് സമമായ നെടുവീർപ്പുകൾ വിട്ടുകൊണ്ട് ഇദ്ദേഹം ഇത് കേൾക്കും. എന്താണ് ഈ പാശുപതം എന്ന് പറയുന്ന അസ്ത്രത്തിൻ്റെ ഒരു വൈഭവം? അതിൻ്റെ വൈഭവം ശിവനെ വിചാരിച്ചുകൊണ്ട് അത് എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം. അത് വേറൊരു കാര്യം. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടിയല്ലല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. പാശുപത അസ്ത്രത്തിന് മാത്രമായിട്ടുള്ള കഴിവെന്താണ്? അത് സർവാസ്ത്രഘാതകമാണ്. ഞെട്ടിപ്പോയി. എല്ലാവരുടെയും അസ്ത്രത്തെയും അതില്ലാതാക്കി കളയും. അല്ലാതെ ഒരാളുടെ മേത്തേക്ക് പ്രയോഗിക്കും നല്ലത്. സൈന്യത്തിലെ എല്ലാവരും യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ പാശുപതം പ്രയോഗിച്ചെന്നാൽ നിരായുധരാകും. എല്ലാവരും നിരായുധരായിപ്പോയി. ആയുധങ്ങളൊന്നും ഇല്ലാതായിപ്പോയി എല്ലാവർക്കും, വില്ലുൾപ്പെടെ. പക്ഷേ അർജുനൻ അത് പ്രയോഗിച്ചിട്ടില്ല. ഈ പാശുപതം പ്രയോഗിച്ചിട്ടില്ല യുദ്ധത്തിൽ. പരമദിവ്യായുധമായതുകൊണ്ട് അദ്ദേഹം അത് പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ 4 ദേവന്മാരിൽ നിന്ന് ഈ 4 അസാധാരണമായ ദിവ്യമായ ആയുധങ്ങൾ കിട്ടിയപ്പോഴൊക്കെയും ഇദ്ദേഹം വിഷമിച്ചു. ഇതിനും പുറമെയാണ് ഇന്ദ്രലോകത്തിൽ ചെന്നിട്ട്, സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് 14 ആയുധങ്ങൾ, ദിവ്യമായ ആയുധങ്ങൾ, അതിൻ്റെ പ്രയോഗ സംഹാര ക്രിയകളടക്കം ഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതാണ് വിളിച്ച് ചോദിച്ചത്. അതിനെല്ലാം ഇദ്ദേഹം ഉത്തരം പറഞ്ഞു കൊടുത്തു. അത് അങ്ങനെ കിട്ടിയതും ശരിയാണെന്ന് മാത്രമല്ല,
3 കോടി നിവാത കവചന്മാരെയും കാലകേയന്മാരെയും ദേവന്മാർക്ക് പോലും കൊല്ലാൻ കഴിയാതിരുന്ന, നിഹനിക്കാൻ കഴിയാതിരുന്ന നിവാത കവചന്മാരെയും കാലകേയന്മാരെയും അർജുനൻ ഒറ്റയ്ക്ക് നിഹനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൊടുങ്കാറ്റ് പോലത്തെ ഒരു നെടുവീർപ്പാണ് ധൃതരാഷ്ട്രയിൽ നിന്ന് വന്നത്. വ്യാസൻ പറയും, ഇത് കേട്ടപ്പോൾ ഉല പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഉലയില്ലേ, കൊല്ലൻ്റെ ഉല പോലെ അദ്ദേഹം ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്തു ഇത് കേട്ടിട്ട്. അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ മനസ്സിന് ഒരു തരത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ശാന്തിയുമില്ല. നീ എൻ്റെ മനസ്സിന് ശാന്തി കിട്ടത്തക്ക വിധത്തിൽ നിനക്കറിയാവുന്ന ജ്ഞാനസംഹിതകളൊക്കെ എന്നെ പറഞ്ഞ് ശാന്തനാക്കി തരൂ എന്ന് പറയുമ്പോൾ വരുന്നതാണ് വിദുര ഹിതവാക്യം. ആ സമയത്ത് അദ്ദേഹത്തിന് ഹിതമായിട്ടുള്ളത് എന്താണോ അതാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു ഹിതം ഉപദേശിച്ചു കൊടുക്കാനുള്ള കാരണം എന്നുള്ള നിലയിൽ അതിൻ്റെ പിന്നിൽ ഈ ജ്ഞാനസംഹിതകളെല്ലാം വരികയാണ്. അക്കൂട്ടത്തിൽ എന്തും വരും, അക്കൂട്ടത്തിൽ ഈ ഹനുമാൻ പറഞ്ഞത് വരും. വേറൊരു തരത്തിലാണ് വരുന്നതെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തമ്മിൽ സദൃശമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിലും പറയും കൃതയുഗത്തെക്കുറിച്ച്, ത്രേതായുഗത്തെക്കുറിച്ച്, ദ്വാപരയുഗത്തെക്കുറിച്ച്, കലിയുഗത്തെക്കുറിച്ച് വിദ്രഹിതവാക്യത്തിലും പറയും. അതേ കൃതയുഗത്തെക്കുറിച്ചാണ് ഈ ഭീമ ഹനുമത് സംവാദത്തിൽ പറയുന്നത് എന്ന് തോന്നുകയില്ല, ആവിഷ്കാര പ്രകാരത്തിൻ്റെ വ്യത്യാസം കൊണ്ട്. അല്ലെങ്കിൽ ഒരു പുനരുക്തി വന്നേനെ, ഒരേ കൃതിയിൽ തന്നെ രണ്ടെണ്ണം എന്നുള്ള അത് വരാതിരിക്കാൻ വേണ്ടി ആവിഷ്കാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് താത്വികമായ സുനിശ്ചിതത്വമില്ലെങ്കിൽ അത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്ന് തോന്നും. വീണ്ടും ഇത് വരും. അത് മാർക്കണ്ഡേയനിലാണ്. മാർക്കണ്ഡേയൻ 4 യുഗങ്ങളെക്കുറിച്ച് പറയും, 4 യുഗങ്ങളുടെ ആവർത്തനങ്ങളെക്കുറിച്ച് പറയും. ബ്രഹ്മാവിൻ്റെ രാത്രിയെക്കുറിച്ചും ബ്രഹ്മാവിൻ്റെ പകലിനെക്കുറിച്ചും പറയും. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച് പറയും. ബ്രഹ്മാവിൻ്റെ വർഷത്തെക്കുറിച്ച് പറയും. വ്യാസൻ ഈ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ കാലസങ്കല്പത്തെ ഇട്ടിങ്ങനെ കറക്കുകയാണ്. എന്താണ് കാലം, എന്താണ് കാലത്തിൻ്റെ പ്രഭാവം, കാലം എന്തെല്ലാം തരത്തിലുള്ള മായാജാലങ്ങൾ ഈ ഭൂമിയിൽ കാണിക്കുന്നുണ്ട്, അത് മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു, കാലത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ എപ്രകാരം നിസ്സഹായനായി നിൽക്കുന്നു. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര നിസ്സാരനായ ഒരു ജീവിയാണ്. കാലസങ്കല്പം വെച്ചുകൊണ്ട് ഈ ഭൗമമായ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഏറ്റവും വലിയ കവി വ്യാസനാണ്. വേറെ ആർക്കും കാലത്തെ ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. കാലം കൊണ്ട് മായാജാലം കാണിക്കുന്ന കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. എന്താണ്, സ്വർഗത്തിൽ യുദ്ധത്തിന് ചെല്ലുന്ന കേരളത്തിലെ നായന്മാരാണേ, അതാണ് അതിനകത്തെ. കേരളത്തിൽ നിന്ന് അമ്പലപ്പുഴയിൽ നിന്നും കായംകുളത്ത് നിന്നും അതുപോലെ വേണാട്ടിൽ നിന്നും ഒക്കെ ദേശിങ്ങനാട്ടിൽ നിന്നും വടക്കൻകൂറിൽ നിന്നും തെക്കൻകൂറിൽ നിന്നുമൊക്കെ നായന്മാരൊരുമിച്ച് അങ്ങ് പോവുകയാണ്. അതിൽ ഞൊണ്ടനുണ്ട്, കണ്ണിന് കാഴ്ച കുറഞ്ഞവനുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരുണ്ട്. യുദ്ധമെന്ന് കേൾക്കുമ്പോൾ തന്നെ അപകടത്തിൽ ഞോടിക്കളയുന്നവരുണ്ട്. തുടങ്ങണ്ട, യുദ്ധമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടും, ആയുധങ്ങളൊക്കെ കയ്യിലുണ്ട്. ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ഒരു യുദ്ധത്തെ അപഹസിക്കാൻ ഇത്രയും നല്ലൊരു വർണ്ണന കുഞ്ചൻ നമ്പ്യാരുടേതുപോലെ ഇല്ല. അപ്പോൾ കാലം കൊണ്ടുള്ള വലിയ മറിമായമല്ലേ, വലിയ മാജിക്കാൻ കാണിച്ചിരിക്കുന്നത് കാലം കൊണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ദേവാസുര യുദ്ധത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന നായന്മാരാണ്. അത് കാലം കൊണ്ടുള്ള മറ്റൊരു മറിമായം, ഹാസ്യപരമായ മറിമായം. ഇതങ്ങനെയല്ല. ഈ ചിന്താഗാംഭീര്യം എന്നതിന് ഉത്തമമായ ദൃഷ്ടാന്തം എന്ന നിലയിൽ കാലത്തെ സങ്കല്പിച്ച് മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് ആ സങ്കല്പത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവൻ്റെ മസ്തിഷ്കത്തിനുള്ള പ്രവേശ വേഗത്തിൻ്റെ ഗതി തടയപ്പെട്ടു പോകും. പിന്നെ അങ്ങോട്ട് ഇതാ നമുക്ക് മനസ്സിലായില്ല എന്താ പറയുന്നത്.
നമുക്കത് സങ്കല്പിച്ച് ഒപ്പിച്ച് അതിൻ്റെ യുക്തി ഒപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. കുറേയൊക്കെ യുക്തി നമുക്ക് കിട്ടും, പിന്നെ അങ്ങോട്ട് കിട്ടില്ല. ഈ കല്ലായിക്കപ്പുറം പൊയേണ് എന്ന് പറയുന്നത് പോലെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കാതെ പ്രവേശനമില്ല, നോ അഡ്മിഷൻ എന്ന് കാണും അവിടെ. പിന്നെ എന്ത് വേണം? വ്യാസൻ ചെയ്ത പണികളൊക്കെ നാം ചെയ്തു നോക്കണം. അപ്പോഴേ ഈ നോ അഡ്മിഷൻ ബോർഡെടുത്ത് മാറ്റി കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. ഇത് മാർക്കണ്ഡേയൻ്റെതിൽ വരും. അത് ഒരു മഹത്തായ ഗാംഭീര്യത്തോടു കൂടിയാണ് മനസ്സിലാക്കുന്നതിന്. നമ്മുടെ ധിഷണയെ പരിഹസിക്കുന്ന വിധത്തിലാണ് ഓരോ വാക്കും വന്ന് വീഴുന്നത്. ഓരോ ആഘാതം കിട്ടുന്നത് പോലെയാണ് ഒരു വാക്കും വന്ന് വീഴുന്നത് ഈ മാർക്കണ്ഡേയൻ്റെ വർണ്ണനയിൽ. വ്യക്തികൾ തമ്മിലെ വ്യത്യാസവും അതിന് കാരണമാണ്. ഇപ്പോൾ ഭാഷ, സംസ്കൃത ഭാഷ ഉപയോഗിക്കുന്നതിലുള്ള വൈവിധ്യം മഹാഭാരതം കണ്ടു പഠിക്കണം. ഹനുമാൻ്റെ ഭാഷയല്ല മാർക്കണ്ഡേയൻ്റെ ഭാഷയെ. രണ്ടുപേരും എങ്ങനെയുള്ളവരാണ്? രണ്ടുപേരും ചാകാത്ത കക്ഷികളാണ്, രണ്ടുപേരും ചിരഞ്ജീവികളാണ്. വിതുരൻ കുറച്ചുകൂടി ലാളിത്യം ഉള്ളയാളാണ്. ഇതാണ് വിതുരൻ വളരെ ഏറ്റവും മുന്തിയ പ്രായോഗികവാദിയാണ്. കാര്യം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമേ. ഈ ഭരണം നടത്തുന്നവരാണ് യഥാർത്ഥത്തിൽ വിതുരനാണ് ഭരണം നടത്തുന്നത്. ശൂദ്ര രാജാണ് നടക്കുന്നതേ. ഈ പാണ്ഡു പോയതിന് ശേഷം ശൂദ്ര ഭരണമാണ് എവിടെ നടക്കുന്നത്? അസ്തിനപുരിയിലും അതെ. അസ്തിനപുരി ഇത് അധീശരാജ്യമായതുകൊണ്ട് ഭാരതവർഷത്തിലാകെ ശൂദ്രഭരണമാണെന്ന് നടന്നുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി ആയിട്ട് അവരോധിച്ചിട്ടാണ് പാണ്ഡു പോയിരിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് ഭരിക്കുന്നത്. ഇദ്ദേഹത്തിന് കണ്ണും കാണാൻ പാടില്ല, കടപ്പയും കാണാൻ പാടില്ലാതെ ഇരുന്നു കൊണ്ട് ഈ ദുഷ്ടത നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുക, മക്കൾക്ക് അനുകൂലമായി ചിന്തിക്കുക, മക്കൾക്ക് രാജ്യം കിട്ടുക, ഇതാണ്. പിന്നെ അതിലെന്തുണ്ട്? ദുര്യോധനൻ്റെ താല്പര്യങ്ങളെല്ലാം ദുര്യോധനൻ സംരക്ഷിച്ചിരിക്കും, അത്രേ ഉള്ളൂ. ബാക്കി ജനങ്ങളെ സംബന്ധിക്കുന്ന ഭരണ കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നത് വിതുരരാണ്. അപ്പം അതുകൊണ്ട് നീ എന്നെ ഉപദേശിച്ച് നന്നാക്കൂ എന്നാണ് ഈ ആഗ്രഹമുണ്ട് കേട്ടോ. ധൃതരാഷ്ട്രർക്ക് നന്നാവണമെന്നുള്ള മോഹം കലശലാണ്. എന്താ കാരണം? ധർമ്മം എന്താണെന്നറിയാം. അതുകൊണ്ടാണ്. ദുര്യോധന ധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നതൊക്കെ ധർമ്മം. അങ്ങനെ ഒരാൾ ധരിച്ചാൽ പിന്നെ ഇപ്പം എന്ത് പ്രശ്നമുണ്ടാകും? അതുകൊണ്ട് അങ്ങനെ മനോവേദന ഒന്നുമില്ല. കിടന്നാപ്പം തന്നെ ഉറങ്ങിപ്പോകും. അദ്ദേഹത്തിന് കിടന്നാൽ ഉറക്കമില്ല. ഇതാണ് ചെയ്തു കൂട്ടുന്നതെല്ലാം അധർമ്മമാണല്ലോ. രാജധർമ്മത്തിന് വിരുദ്ധമായ കർമ്മങ്ങളാണല്ലോ ഓരോ നിമിഷത്തിലും ചെയ്യുന്നതും ഓരോ നിമിഷത്തിലും ചിന്തിക്കുന്നതും. അതുകൊണ്ട് നീ നിൻ്റെ ജ്ഞാനവും വിജ്ഞാനവും വിളമ്പി എൻ്റെ മോഹത്തെ അകറ്റുക എന്നാണ്. മോഹത്തെ അകറ്റണമെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ കൊണ്ട ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെ വെച്ചാണ് ഇത് നിർത്താൻ പറയുന്നത്? ദുര്യോധനിലേക്ക് വരുമ്പോൾ പറയും മാത്തി മാത്തി. എല്ലാ ധർമ്മബോധത്തെയും കടന്നു വരുന്ന ഈ പുത്രവാത്സല്യം അല്ലേ? അത് നിസ്സാരമായൊരു വാത്സല്യമൊന്നും അല്ലാതെ. പുത്രവാത്സല്യം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലില്. എക്സ്ട്രീം ലെവലിലല്ല, അതിന് ഒരു ലെവലേ ഉള്ളൂ. ആ ലെവൽ എക്സ്ട്രീം ലെവലാണ്. അല്ല, അതിനൊരു മിനിമം ലെവലിൽ നിന്നില്ല. അത് മാക്സിമം ലെവലിലാണ് പ്രവർത്തിച്ച് തുടങ്ങുന്നത് തന്നെ. പിന്നെ അവിടെ കിടന്ന് ദുഷിക്കും പരിപൂർണമായിട്ട്. ലോകത്തിലെ ഈ ഭരണപരമായ എല്ലാ പ്രതിസന്ധികൾക്കും യുദ്ധങ്ങൾക്കും കാരണം ഈ ഒരു പുത്രവാത്സല്യമാണ്. മമതയല്ല, പുത്രവാത്സല്യം. മമത പല ആളുകളോടുണ്ടാകുമല്ലോ. പല ആളുകളോടുമുള്ള പല ബന്ധുക്കളോടുമുള്ള മമതകളൊക്കെ പുത്രവാത്സല്യത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നിഷ്കാസിതമായി പോകും. അത്രയും ഭീമന് മനസ്സിലായി എന്ന് ഹനുമാൻ ധരിച്ചു. ഈ ഇദ്ദേഹത്തിൻ്റെ താടിക്ക് ഒരു മുറിവുണ്ടായിട്ടുണ്ട്. താടിയാണ് ഹനു. അപ്പോൾ സവിശേഷപ്പെട്ട താടിയോട് കൂടിയവൻ എന്നുള്ള അതുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹനുമത്. പിന്നെ അത് ദീർഘിച്ചാണ് ഹനുമാൻ എന്ന വാക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താടിക്കാരൻ എന്ന് വിളിക്കുന്നത് പോലെയാണ്. രോമത്തെ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹനുമാൻ, നമ്മളിപ്പോൾ ബാലിയുടെ സുഗ്രീവൻ്റെ ഒക്കെ കഥ പറഞ്ഞപ്പോഴേ, ഒരു മനുഷ്യരിലും താഴ്ന്ന ജീവിവർഗം, അതാണ് വാനരൻ എന്ന് പറഞ്ഞു. ഈ ഇതേ കാറ്റഗറിയിൽ ഹനുമാനെ പെടുത്താൻ പറ്റുമോ? കാരണം ഹനുമാന്റെ ഒരു അറിവ്, ഹനുമാന്റെ ഒരു ഈ ശക്തി, ഹനുമാന്റെ ഒരു ധർമ്മബോധം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യരിൽ നിന്നും ഏത് ലെവലിലാണ് ഹനുമാൻ താന്നിരിക്കുന്നത്?
നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, അവിടെ താഴ്ചയല്ല ദ്യോതിപ്പിക്കുന്നത്. പിന്നെ എന്താണ്, ചില ആളുകളെ അവരുടെ കൊടിയെ ആസ്പദമാക്കി പറയും. ഇപ്പം അങ്കിൾ സാം എന്ന് പറഞ്ഞാൽ ആരാണ്? അമേരിക്കക്കാരൻ. ആരുടെ അമ്മാവനാണ് അമേരിക്കക്കാരൻ? ആരുടെ അമ്മാവനല്ല. അമേരിക്കക്കാരുടെ പെങ്ങന്മാരെയൊക്കെ ലോകത്തിലെ എല്ലായിടത്തേക്കും വിവാഹം കഴിച്ച് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അത് അവരുടെ ഒരു നാഷണൽ ക്യാരക്ടർ വെച്ച് അവരെ പറയുന്നതാണ്. ഇതുപോലെ ഒരു രാഷ്ട്രത്തിൻ്റെ നാഷണൽ ക്യാരക്ടറുണ്ട്, അല്ലെങ്കിൽ നാഷണൽ ഇത് ക്യാരക്ടറിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വസ്തു ഉണ്ടായിരിക്കും, ഒരു പ്രതീകം ഉണ്ടായിരിക്കും. ഇപ്പോൾ അശോക സ്തംഭം കാണിച്ചാൽ ഇന്ത്യയാണ്. അശോക സ്തംഭമാണോ ഇന്ത്യ? അല്ല, പക്ഷെ ഒരു പ്രതീകമാണത്. ഇതുപോലെ ഇതൊരു വാനര പ്രതീകം കൊണ്ട് ചിലപ്പോൾ അവരുടെയൊക്കെ കൊടിയടയാളം വാനരനായിരുന്നിരിക്കും, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ പക്ഷി അല്ലെങ്കിൽ മൃഗം. ഇപ്പം ഇന്ത്യയുടേതാണെങ്കിൽ മയിലാണ് അല്ലേ? പക്ഷി, ദേശീയ പക്ഷി മയിലാണ്. ഇവരുടെ കൊടിയുടെ ആളം കരടിയായിരുന്നു, സാർ ചക്രവർത്തിയുടെ. അതുകൊണ്ട് അവരെയൊക്കെ കരടികൾ എന്ന് വിളിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം സാർ ചക്രവർത്തിമാരൊക്കെ ഇങ്ങനെ ശരീരത്തിൽ നിറച്ച് രോമവുമായിട്ട് 4 കാലിലും ഇടയ്ക്ക് 2 കാലിലും നടക്കുന്ന കരടി എന്ന് പറയുന്ന മൃഗത്തെ പോലെ ആയിരുന്നു എന്ന് പറയാൻ നോക്കൂ? ഇല്ല. ദ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ റഷ്യക്കാരെന്നാണ് അർത്ഥം. അതുപോലെ ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൊണ്ട് അവരെ എല്ലാവരെയും വ്യവഹരിച്ചിരുന്നു എന്ന് വിചാരിക്കുന്നതാണ് യുക്തം. മറ്റ് പലരുടെയും കാര്യത്തിൽ ഈ ചാബല്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാനരന്മാരിൽ പലരുടെയും ആയുധം എന്താണ്? കയ്യും കാലും കല്ലുമാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നിടത്താണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ബുദ്ധി കൊണ്ട് ധൈഷണികമായി നിർമ്മിച്ചെടുത്ത മാരകമായ ആയുധങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. ഒരു രാക്ഷസനെടുത്ത് വേറെ രാക്ഷസനിട്ട് അടിക്കുകയാണ്. ആകെ ഇതിൽ എന്തെങ്കിലും പരിഷ്കൃതമായ ആയുധം ഉപയോഗിക്കുന്നത് സുഗ്രീവനും ബാലിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെയും എന്താണ് ഉപയോഗിക്കുന്നത്? ഗദയേ ഉള്ളൂ. ഗദയേക്കാളും പരിഷ്കൃതവും സംസ്കൃതവുമാണ് എന്ത്? അമ്പുമില്ലും. അത്ര ആയിട്ടില്ല. കാരണം അത് ഈ വിട്ടവൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടും സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്ന സാധനമാണ് അമ്പ്. ഇപ്പോൾ ശരീരത്തിൻ്റെ നിയന്ത്രണമില്ലാതെ ശാസ്ത്രത്തിൻ്റെ നിയന്ത്രണം കൊണ്ട്, തത്വങ്ങളുടെ നിയന്ത്രണം കൊണ്ട്, യുദ്ധതന്ത്രപരമായ ആയുധ നിർമ്മാണപരമായ തത്വങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് സ്വന്തം നിലയിൽ പോകുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ് എന്ത്? അമ്പുകൾ. അതിവർക്കില്ല. ഇപ്പോൾ പരിഷ്കാരം കുറഞ്ഞ ജനത, ഇപ്പോൾ ആദിവാസികൾ എന്ന് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ ഒരു പരിഷ്കാരം കുറഞ്ഞ ജനതയെ അവരുടെ പ്രതിനിധി ഭാവം എന്ന നിലയിലും വാനരനെ ഉപയോഗിക്കാം. അല്ല, ഞാൻ ചോദിച്ചത് ഈ ഹനുമാന് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരം കുറവെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഹനുമാനെ അത് പറയാനൊക്കെ ഇല്ല. ഹനുമാൻ പക്ഷെ നമ്മൾ വാനരൻ എന്നുള്ള ഒരു ഗണത്തിലല്ലേ പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ടാണെന്നേ ആ രാഷ്ട്ര കിഷ്കിന്ധ എന്ന് പറയുന്ന രാജ്യത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെയും അതിനകത്ത് പെടുത്തി. അത്രയേ ഉള്ളൂ. ശ്രീരാമൻ തന്നെ പറയും, ഇത്രയും ശുദ്ധോച്ചാരണമായിട്ട് വ്യാകരണസഹിതമായിട്ട് ഉള്ള സംഭാഷണം ഞാനിതിനു മുമ്പ് കേട്ടിട്ടില്ല എന്ന് പറയില്ലേ. അപ്പോൾ വലിയ പണ്ഡിതനായിരുന്നു, വലിയ ജ്ഞാനിയായിരുന്നു. ചിലപ്പോൾ ശരീരം നിറച്ച് രോമം ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ നമുക്കതിനൊരു വ്യാഖ്യാനം കൊടുക്കാം. അപ്പോൾ കുരങ്ങനെ പോലെ ശരീരം നിറച്ച് രോമം, മുഖം നിറച്ച് രോമമാണെങ്കിലുള്ള സ്ഥിതി എന്താണ് ഒരാളുടെ? അങ്ങനെ രോമമുള്ളവരും ഉണ്ടല്ലോ. വിരലിലും ഒക്കെ രോമമാണ്. ശരീരത്തിൽ ചൊറി വന്നാലുള്ളൊരു ബുദ്ധിമുട്ടെന്തായിരിക്കും അങ്ങനത്തെ ആളുകൾക്ക്? അങ്ങനത്തെ പ്രകൃതവുമാവാം. അത്തരം ശരീരപ്രകൃതമുള്ള ഒരു ജനതയാവാം. ഇവിടെയൊക്കെ നമുക്ക് ചുരുണ്ട മുടി കിട്ടിയെന്നാൽ എന്തൊരു സന്തോഷമാണ് കാപ്പിരികൾക്കോ. അവർക്കിപ്പോൾ ചുരുണ്ട മുടിയോട് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യത. എന്തോ ഒരു ശിക്ഷയായിപ്പോയി ചുരുണ്ട മുടി എന്ന് വിചാരിച്ചായിരിക്കും അവരിയ്ക്കുന്നത്. കൊഴിച്ചിലും കുറവായിരിക്കും. കഷണ്ടിക്കാരായ നികുതികൾ കുറവാണ്. ജീവിതരീതിയുടെ സാഹചര്യം കൊണ്ടുമാവാം. എങ്കിലും വളരെ കുറവ് ജനവർഗ്ഗങ്ങളിൽ ഈ നീഗ്രിറ്റോയിഡ് എന്ന് പറയുന്ന ജനവർഗത്തിലാണ് കഷണ്ടി വളരെ കുറഞ്ഞിരിക്കുന്നത്.
എന്നിട്ടും അവർക്ക് അവരുടെ ചുരുണ്ട മുടിയോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇവിടെ മുടി ചുരുളാൻ വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള കായികാഭ്യാസങ്ങളും ആധ്യാത്മിക അഭ്യാസങ്ങളും വഴിപാടുകളും ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ ജനവർഗത്തിൻ്റെ ഓരോ രീതി. അപ്പോൾ ജനവർഗത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തെയോ പ്രകൃതത്തെയോ ആസ്പദമാക്കി വന്ന പേരാവണം അത്. ചാബല്യം കൊണ്ടും അങ്ങനെ പറയാം, അപരിഷ്കൃതത്വം കൊണ്ടും അങ്ങനെ പറയാം. ഹനുമാൻ ഇതൊന്നുമില്ല എങ്കിലും ആ വർഗത്തിലെ ഒരു മഹാബുദ്ധിമാൻ എന്നുള്ള നിലയിൽ എടുക്കാനൊക്കൂ. വർഗത്തിന് മുഴുവനും കൂടി അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാകില്ലല്ലോ. ഇത് കിഷ്കിന്ധയിൽ ആരെ വിളിച്ച് ചോദിച്ചാലും ഇങ്ങനെ പറയില്ല. ആദ്യം ഇങ്ങനെ ഹൃദയമായിരുന്നു, എന്തായിരുന്നു ഹൃദയകം, അങ്ങനെ ഒരു പറച്ചിൽ ആരും പറയില്ല. ഹനുമാനാണത് ഏറ്റവും വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നത്. മാർക്കണ്ഡേയൻ പറയുമ്പോൾ നമ്മുടെ ബുദ്ധി മയങ്ങിപ്പോവും. ഇത്രയും വ്യക്തത കിട്ടില്ല. രണ്ടാമത്തേതായി എന്തു വരുന്നു? ത്രേതായുഗം വരുന്നു. ത്രേതായുഗത്തിൽ വേദം 2ആയി, വേദം 3ആയി. ത്രേതായുഗം തീരുന്നതിന് മുമ്പ് തന്നെ പ്രവൃത്തികൾ പലതായി, കർമ്മങ്ങൾ പലതായി, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു, രാജാവ് വന്നു, ഭരണം വന്നു, ഇങ്ങനെ വ്യത്യാസമായി. അപ്പോൾ നാരായണന് രക്തവർണ്ണമായി. ആളുകളെ അമർച്ച വരുത്തണം. ആളുകളെ അമർച്ച വരുത്തുന്നതിനുള്ള ദുഷ്ടന്മാരെ ഒതുക്കുന്നതിൻ്റെ വർണ്ണമാണ് രക്തവർണ്ണം. അപ്പോൾ ഇത് കുങ്കുമ പതാകകളുണ്ടായി. അത് പറയും ഈ രക്തവർണ്ണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി. ചെങ്കൊടിയല്ല. ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നു, ശത്രുത വന്നു, കോടതിയുണ്ടായി, വിചാരണകളുണ്ടായി, വേദത്തെ സംബന്ധിച്ച് തർക്കം വന്നു, മൂർത്തിഭേദങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങി, ത്രിമൂർത്തികളുണ്ടായി. ത്രിമൂർത്തികൾ ഉണ്ടാകാനുള്ള ബീജം നേരത്തെ തന്നെ ഉണ്ട്, സത്വരജസ്തമസുകൾ. കലഹമുണ്ടായി, യുദ്ധമുണ്ടായി, 2 കാല് നഷ്ടപ്പെടുകയും ചെയ്തു. ധർമ്മത്തിൻ്റെ സൊസൈറ്റിയുടെ ധർമ്മത്തിൻ്റെ 2 കാല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മാനവ സമുദായത്തിൽ പകുതി ആളുകളും അധർമ്മിഷ്ഠന്മാരായിരുന്നു എന്നർത്ഥം.